പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മോട് വിടവാങ്ങാൻ പോവുകയാണ്. വലിയ സന്തോഷമുള്ള, വലിയ മഹത്വമുള്ളൊരു മാസം, റമദാൻ മാസം പോലെ തന്നെ. റബീഉൽ അവ്വലിന് വല്ല പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചാൽ റമദാൻ മാസത്തിന് വല്ല പ്രത്യേകതയുണ്ടോ മറിച്ച് ചോദിക്കാം. റമദാൻ മാസത്തിന് പ്രത്യേകതയുണ്ട്, എല്ലാവരും സമ്മതിക്കുമല്ലോ അല്ലേ? ഖുർആൻ ഇറങ്ങിയ മാസം. ആ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭൂമിയിലേക്ക് അയച്ച മാസം. റമദാൻ വിട പറയാൻ പോകുന്നത് പോലെ തന്നെ റബീഉൽ അവ്വൽ വിടവാങ്ങാൻ പോകുന്ന വലിയ വ്യസനമുള്ള ഘട്ടമാണ് അല്ലേ? ഇനി അടുത്ത കൊല്ലത്തെ അവസ്ഥ എന്താണ് ഒന്നും പറയാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ആരോഗ്യത്തോടു കൂടി ദീർഘായുസ് നൽകട്ടെ. ഈ കഴിയാൻ പോകുന്ന റബീഉൽ അവ്വൽ നമ്മളുടെ ഒന്നും അവസാനത്തെ റബീഉൽ അവ്വൽ ആക്കാതിരിക്കട്ടെ. ഇനിയും റബീഉൽ അവ്വലും നബിദിന ആഘോഷമൊക്കെ നടത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോക നേതാക്കൾ എന്നൊക്കെ പലരെ കുറിച്ചും പറയാറുണ്ട്. അതൊക്കെ ആലങ്കാരികമായ പ്രയോഗമാണ്. ലോക നേതാവ് ആ പേരിന് അർഹത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം. മറ്റാരെങ്കിലും ലോക നേതാവ് ലോകം തിരിയാതെ പറയുന്നതാണ്. കാരണം ലോക നേതാവ് സയ്യിദുൽ ആലം, അറബിലേക്ക് വിവർത്തനം ചെയ്താൽ ആലമിന്റെ നേതാവ്, ആലം മാസിവല്ലാ, അള്ളാഹു വെച്ചുള്ള സകല വസ്തുക്കൾ. അപ്പൊ ലോക നേതാവ് എന്ന പേരിന് അർഹത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം. അവിടുന്ന് മനുഷ്യന് മനുഷ്യത്വം പഠിപ്പിച്ചു, ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും പഠിപ്പിച്ചു, ബഹുമുഖമായ ജീവിത മണ്ഡലങ്ങളിൽ സത്യത്തിന്റെ വെളിച്ചം വീശി, മാനവകുലത്തിന് മഹത്തായ അനുഗ്രഹവും മാർഗദർശനവും നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, സൃഷ്ടികൾ സ്രഷ്ടാവിന് അടിമപ്പെടണം. അതാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം അഥവാ അവലംബം. അള്ളാഹുവിനെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തിയാലുണ്ടാകുന്ന വിടവ് അഥവാ ശൂന്യത മറ്റൊന്നുകൊണ്ടും നികത്തുക സാധ്യമല്ല. അസ്ഥിവാരമില്ലാത്ത കെട്ടിടം പോലെ ജീവിതം തകരും. ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം 100,000 പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അള്ളാഹുവിനുള്ള വിശ്വാസം മനുഷ്യ ജീവിതത്തിന് ബലിഷ്ഠമായ ഒരു പിടികയർ നൽകുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനത്തിന്റെ അടിത്തറ. ഈ സുന്ദരമായ അധ്യാപനത്തിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട് അഥവാ ഒരു 23 വർഷം കൊണ്ട് ഒരു ജനതയെ ഒന്നടങ്കം ഒരു തത്വശാസ്ത്രത്തിന്റെ വക്താക്കളാക്കാൻ ആ മഹാത്മാവിന് സാധിച്ചു.